പല്ലൊക്കെ ശരിക്കും തേച്ചൂടെ മോനെ എനിക്ക്. മുന്നത്തെ പല്ലിനല്ല കുഴപ്പമുള്ളൂ, ഉള്ളത്തെ പല്ലൊക്കെ നന്നായിട്ട് തേച്ചൂടെ. എന്താ പല്ലിനൊക്കെ കളറ്? എന്താണ്? എന്താ എന്റെ പേര്? നിങ്ങളെ പേരല്ല ചോദിച്ചോ, ഓന്റെ പേരാ ചോദിച്ചു. ആ മന്മത അതല്ല, മന്മഥൻ ഞാൻ. അത് പേരിയാതെ. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇരിക്കുമോ നിങ്ങള്? അയ്യോ ഡോക്ടറെ, കുഞ്ഞിന് ഭയങ്കര പേടിയാ. ഈ പോത്ത് പോലത്തെ മോനെയാണ് നിങ്ങൾ കുഞ്ഞെന്ന് അറിയണേ. ആണും പെണ്ണുമായിട്ട് ഞങ്ങൾക്ക് ഇതൊരെണ്ണേ ഉള്ളേ. ഞങ്ങളിപ്പോഴും ഇതിനെ കുഞ്ഞായിട്ടാ കാണുന്നത്. അതന്നെയാണ് കുഴപ്പം. ആ ഒന്ന് വായർക്ക് നന്നായിട്ട് തുറക്ക്. പേരുണ്ടോ? ഇത് പ്രശ്നമാണ് കേട്ടോ ഡോക്ടർക്കാ. ഇരിക്കോ? അല്ല എനിക്കെന്ത് പ്രശ്നം? നിങ്ങളെ മോന്റെ പല്ലിന്റെ കാര്യമാണ് പറയണത്. ഈ പൊന്തിക്കണ പല്ലില്ലേ, ഇതിപ്പോ കീപ്പോട്ടാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ മാതിരി 1 മാസത്തിനുള്ളിൽ നടക്കൂല. അത് പ്രശ്നം ഡോക്ടർക്കാ. എനിക്കോ? നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ബൈക്കാറ്റ് പഠിച്ചു പറഞ്ഞാൽ അത് ഡോക്ടർക്കോ ചോദിച്ചിട്ട് നിങ്ങളെ കാര്യമില്ലേ. എനിക്കിവിടെ എന്താ പ്രശ്നമോ? അപ്പൊ 1 മാസം കൊണ്ട് ഇത് താഴോട്ടാക്കാൻ പറ്റൂല. അത് അങ്ങനെ പറയരുത് ഡോക്ടർ. ഇത് 1 മാസത്തെ സമയത്തിനുള്ളിൽ എങ്ങനെയാലും ഇതൊന്ന് അവൻ്റെ പിന്നെ കല്യാണം ശരിയായിരിക്കുക. കല്യാണത്തിന് മുമ്പ് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ? അതിന്റെ മുന്നേ ചെയ്യാൻ വേണ്ടിട്ടാ? അതെ അതെ അതെ. പെണ്ണിന് വീട്ടുകാർ പറഞ്ഞോ ചെയ്യണം? അല്ല, നമുക്കിങ്ങനെ തോന്നി കണ്ടപ്പോ. ശരിക്കും പൊങ്ങിയിട്ടുണ്ടോ? ശരിക്കും ആ പൊങ്ങിയിട്ടുണ്ടോ? നല്ല പൊങ്ങലാ പൊങ്ങി. എന്താ ഈ കണ്ണാടി നോക്കല്ലേ ഈ ശരിക്കണം? എന്താ വായർക്ക്? ഇനിയിപ്പോ ചെയ്യാൻ പറ്റണതേ കുറച്ച് പൈസ ചെലവുള്ള പരിപാടിയാണ്. ഇതിപ്പോ നമ്മൾ ഓരോ പല്ലും പറിച്ചിട്ട് ഈ 4 പല്ല് ഇല്ല ഒന്നുമില്ല, ഈ 4 പല്ലും പറിച്ചിട്ടേ ഇംപ്ലാന്റ് ചെയ്യണം. നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുമ്പോ എന്താ വിഷയം എന്ന് വെച്ചാൽ ഒരു പല്ലിന് 25 ഉറുപ്പ്യാവും. 4 പല്ലിന് 1 ലക്ഷം ഉറുപ്പ്യാവും. ആ ഇതെന്താ 1 ലക്ഷം ഉറുപ്പ്യ താങ്ങുവോ? ഡോക്ടറെ, ഈ നമ്മൾ തമ്മിലുള്ളൊരു ബന്ധത്തിന്റെയും ഒരു പരിചയത്തിന്റെയും ഒരു അടുപ്പത്തിന്റെയും പുറത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ തമ്മിൽ എന്ത് ബന്ധവും? ഇത്രയും നേരം സംസാരിച്ചില്ലേ? അതൊക്കെ ഒരു ബന്ധാണോ? എന്റെ പേരെന്താന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങളെ പേരെന്താന്ന് എനിക്കറിയോ? എന്റെ ഭാര്യയുടെ പേരറിയോ നിങ്ങൾക്ക്? അല്ല, അതൊക്കെ ഞാൻ അടുത്ത് പറയാനും ചോദിക്കാനും ഒക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു. അങ്ങനെ ബന്ധം സ്ഥാപിച്ചിട്ടൊന്നും നടക്കൂല അത്. അത് ശരി, ഞാനിതൊരു സ്ഥാപനം നടത്തില്ല, ഇത് നടത്തിക്കൊണ്ട് പോണ്ടെങ്കിൽ ഇതിനൊക്കെ എത്ര വാടക എന്നറിയോ നിങ്ങൾക്ക് റൂമിന്? ആ 4 പല്ല് പറിക്കൂലേ? എന്താണ് 4 പല്ല് പറിക്കുമല്ലോ. അപ്പൊ പഴയ പല്ല് ഇവിടെ എടുത്തു. അപ്പൊ അതിന്റെ ഒരു എന്തെങ്കിലും കുറക്കാൻ പറ്റില്ലേ? പഴയ പല്ല് എനിക്ക് എന്തിനാ ഇവിടെ കാഴ്ചബംഗ്ലാവിൽ വെക്കാനോ? ഇല്ല, ആർക്കും വെച്ച് കൊടുക്കാല്ലോ. ആർക്കും ഈ വൃത്തിയിട്ട പല്ലിനെ ആർക്കും വെച്ച് കൊടുക്കാൻ? നല്ല വിലയുള്ളതോ? നിവർത്തികേടാ. ഞാനൊരു ലോറി ഡ്രൈവറാണ്. വളയം പിടിക്കുന്ന കാശാണ് ഡോക്ടറെ. എന്തേലും ഒന്ന് വേണ്ട ഡോക്ടറെ, കുറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തതാ ഡോക്ടറെ. കുറഞ്ഞ രീതിയിൽ ഇപ്പൊ ചെയ്യാനുള്ളതേ 1 മാസത്തിനുള്ളിൽ നടക്കുന്ന കാര്യവും ഈ 4 പല്ലാണ്ട് പറിക്കുക, എന്നിട്ട് വെപ്പ് പല്ല് വെക്കുക. അത് വെക്കാം. അതിന് അതൊരു 10 രൂപ വരുള്ളൂ. 10,000 എന്നാ അത് മതി. അത് മതി ഡോക്ടറെ. ബലം ഉണ്ടാവുമോന്ന്? ബലം ഉണ്ടാവുമോന്നോ? നല്ല ബലം. പല്ലിനെക്കാട്ടും ബലം ഉണ്ടാവും. കുഞ്ഞിനെ വേദനിപ്പിക്കല ഡോക്ടറെ. നല്ല ബലം ഉണ്ടാവും ഡോക്ടർ പറയല്ലേ. 10,000 രൂപയിലുള്ള ബലം ഉണ്ടാവും. അപ്പൊ ഇത് 4 പറിച്ചാം. അത് പറയാം. പറിച്ചിട്ട് നമുക്ക് വെപ്പല്ലോ. അപ്പൊ 1 മാസത്തിനുള്ളിൽ ഓൻ കുളൂസ് ആയിക്കോളൂ. പിന്നെ എന്താ പറയണേ? അല്ല, വേദന ഇല്ലാണ്ട് പറിക്കാൻ പറ്റൂലേ? വേദന ഇല്ലാണ്ടോ? അത് ശരി, സൂചി കുത്താനും പാടില്ല, വേദന ഉണ്ടാവാനും പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ അത്? ഇത് ബ്യൂട്ടി പാർലർ അല്ലത് കേട്ടോ, അത് ക്ലിനിക്കാണ്, ഡെന്റൽ ക്ലിനിക്കാ കേട്ടോ. അപ്പൊ മന്മത ഞാനാ മന്മത. മന്മതങ്ങളാ പ്യാരിയാതാ. അപ്പൊ നമുക്ക് 4 പല്ല് കൊണ്ട് പറിച്ചോളാം കേട്ടോ. എന്നിട്ട് വെപ്പ് പല്ല് വെക്കുന്നത് കേട്ടോ. സാറായി കാണാം. പോരാ അച്ഛാ, ഈ നല്ല വിലയുള്ള പല്ല് പറിച്ച് കളയണോ? നിനക്ക് പോലീസ് ആവണ്ടേ? ഉണ്ടായിട്ട് ഇവിടെ കല്യാണം. പോലീസ് അല്ല, കല്യാണം കഴിക്കണ്ടേ? അർഹതപ്പെട്ട ഈ ഫോറസ്റ്റ് ഗാർഡിന്റെ ജോലി ഉണ്ണിരാജന് ശരിക്കും നഷ്ടപ്പെട്ടത് ഈ പല്ല് പൊങ്ങി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണെന്നാണല്ലോ പറയണത്. അതെ. അപ്പോ ഇത് എന്താ അവര് ശരിക്കും പറയണത്? നിങ്ങൾ അവിടെ പോയിട്ട് അന്വേഷിച്ചോ? ഞാനും ഇവനും കൂടിയിട്ട് അവിടെ പോയി ഫോറസ്റ്റിന്റെ സാറിനെ ഞങ്ങൾ കണ്ടു. എന്താ ഉണ്ണി പറഞ്ഞത് ശരിക്കും അവര്? സാറേ, ഞാൻ എന്താക്കേണ്ടത്? ഒരുപാട് പഠിച്ച് പരീക്ഷ പാസ്സായിട്ട് അത് പണി നമുക്ക് കിട്ടിയത്. ഈ ഊരിൽ എല്ലാവരും മുളകൊത്താനും തേനെടുക്കാനും പോകും. നമുക്കത് വേണ്ട. പരീക്ഷ എഴുതി സർക്കാരിന്റെ പണി വേണമെന്ന് ആഗ്രഹിച്ചു സാറേ. അങ്ങനെയാണ് ഈ പരീക്ഷ എഴുതി പാസ്സായത്. ഇത് പണിയില്ലാണ്ടായിരുന്നു സാറേ. ഞാൻ എന്താക്കട്ടെ? നീ വേറൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ഇപ്പൊ ഈ പഠിക്കുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അവഗണനയോ
അവഗണനയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവിടെ? കൂട്ടുകാരെപ്പോഴെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ സർക്കാർ തന്നെ മാറ്റി നിർത്തിയാണ്ട് പണി കളഞ്ഞു. വിഷമിക്കണ്ട. ചെറുപ്പത്തിൽ ഇവന്റെ പല്ല് വന്നിട്ട് എന്റെ പല്ല് പൊന്തിയിട്ടാണ്. ആ അതെ. ഞങ്ങൾ പാരമ്പര്യമായിട്ട് പല്ല് വന്നുകൊണ്ട് ഇവ ഉണ്ണിയായിട്ട് ഇരിക്കുമ്പോ പല്ല് പൊന്തിയപ്പോ ഞങ്ങളൊക്കെ സന്തോഷിച്ചു. എന്നിട്ട് ഞങ്ങളൊക്കെ ചിരിച്ചു. ഞങ്ങളുടെ അവിടെ സൗന്ദര്യം അങ്ങനെയാണ്. അച്ഛന്റെ മോളെ പൊണ്ണു മകന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വളർന്നത്. ഇപ്പൊ ഇവന് പല്ല് പൊന്തിയെന്ന് അവര് പറഞ്ഞു. നമുക്ക് സൗന്ദര്യം മണിച്ചതാണ്. ഇതിപ്പോ ജോലിയിൽ ഇപ്പൊ എങ്ങനെ ഒരു ഇത് പറയുമ്പോ എന്താ ചെയ്യാ? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരില്ലേ, അവർ പൊട്ടന്മാരാണ് അവര്. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് എന്തിനാണ് പല്ല്? പല്ല് കൊണ്ടാണ് അവര് വലിയ അന്യമൃഗങ്ങളൊക്കെ വരുമ്പോ പ്രതികരിക്കുന്ന പല്ല് കൊണ്ടാണ്. പിന്നെ ഒരു പുലി വന്നാൽ തന്നെ ഇവന്റെ പല്ല് കൊണ്ട് നേരിടും. അതിനൊക്കെ നല്ല മൂർച്ചയുള്ള പല്ല് ഇവന്. ഇപ്പൊ ഈ ജോലി ഇപ്പോ തീർച്ചയായിട്ടും കിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ വേറെ എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിയമം മാറിയിട്ട് എന്റെ മകന് ജോലി കിട്ടുന്ന കരിങ്കാളിക്ക് ഞാന് ഭൂഷ നടത്തുന്നാണ്. അങ്ങനെ കിട്ടിയ ഉണ്ണിയൊരു കാര്യം ചെയ്യേ, ഇനിയും പരീക്ഷകളൊക്കെ ഉണ്ടാവുമല്ലോ, വേറെയും പരീക്ഷകൾ എഴുതുക. പല്ല് പൊന്തിയാലും പ്രശ്നമില്ലാത്ത ജോലി കിട്ടും. ഇഷ്ടമാണ് സാറേ ഈ പണിയാണ് എന്റെ ഇഷ്ടം. അപ്പൻ ചാവണ വരയ്ക്കും അപ്പൻ തേൻ എടുത്തു കൊണ്ടുവന്ന് എന്നെ നോക്കും. നീ ഇങ്ങനെ പരീക്ഷ എഴുതിയിട്ട് അപ്പൻ ചാവണേന്റെ മുമ്പ് നീ ഒരു സർക്കാർ ജോലിക്കാരനാണ്. അത് കിട്ടും. ഇങ്ങനെ പോയാൽ കിട്ടില്ല. ഞങ്ങളെ പാവങ്ങളെ ഇവിടുത്തെ ആർക്കും കണ്ടൂടാ. ഒരു സർക്കാർ ഞങ്ങളെ കണ്ടൂടാ. ഞങ്ങളെ ഇപ്പൊ എല്ലാവരും ഞങ്ങളെ എഴുതി തള്ളി. അങ്ങനെ വിഷമിക്കണ്ട. നിങ്ങളുടെ കൂടെ എല്ലാരും ഉണ്ടല്ലോ. അച്ഛൻ പറഞ്ഞോണ്ടിരിക്കും. അതാണ് വിഷമാണ്. അതെ വിഷമം. ഞങ്ങൾക്ക് വേണ്ടി സാർ എല്ലാവരോടും പറയും. ഈ ഓഫീസർമാരുടെ അവിടെ ചെന്നിട്ട് പറയണം. പിന്നെന്താ സന്തോഷം. ചായ എടുക്കട്ടെ. ഞാൻ പോനില്ലല്ലോ. കട്ട കൊട്ടു അല്ലെങ്കിൽ വേണ്ട. ഞാൻ തേൻ എടുക്കട്ടെ. ഞാൻ കഴിഞ്ഞ മാസം പോയപ്പോഴത്തെ ചെറുതേന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ലതാണത്. ഞാനത് കുറച്ചെടുക്കാം. നല്ല തേനാ സാർ. എടുത്തിട്ടോ ആയിക്കോട്ടെ സാറേ. അപ്പൊ ഇനി കൂടുതൽ എഴുതുക. അത്ര കഷ്ടപ്പെട്ട സാറേ. എത്ര DC വരുമ്പോ ഒരുപാട് സന്തോഷിച്ചു സാറേ. പണി കിട്ടുമല്ലോ. പിന്നെ ഈ പണി അച്ഛൻ നടക്കട്ടെ. ഞാൻ കൈയിട്ട പല്ലൂരിനടുത്ത് വീഴും. അമ്മ നീക്കിട്ട് കൊടുക്കും. കയ്യിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ മേടിച്ചെന്ന് പറഞ്ഞ പോലെയായി. ഇതപ്പോ അളവെടുത്തല്ലേ വെച്ചത്? അളവെടുത്താണ് വെച്ചത്. ഒറിജിനലിനെക്കാണെ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ മൊയ്ത് പിടിപ്പിച്ചതാണ്. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഇൻസ്പെക്ടർ ബൽറാം സിനിമയിൽ മമ്മൂട്ടി ഒക്കെ ആക്കി വേഷമൊക്കെ ഇട്ട് വരുന്നത് പോലെ ഇവൻ വരുന്നതും കണ്ട് ഞാൻ ലോറി സ്റ്റാൻഡിലൊക്കെ പോയി ഞാൻ എന്തോരം തള്ളിയെന്നറിയാമോ. ഇനി അവന്മാരെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുമെന്നോ. മോനെ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കാടാ. നീ ഇപ്പൊ വന്ന് വല്ലതും കഴിക്ക്. എങ്ങനെ കഴിക്കാൻ? എന്തെങ്കിലും കഴിച്ചാ പല്ല അതുമാ കുത്തിയിരിക്കും. കൊച്ചിന്റെ ആരോഗ്യം പോകുന്നു. എന്നാ പിന്നെ ഇരിക്കണ പലഹാരം എന്താന്ന് വെച്ചാൽ അതിനെ മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസ് ആക്കിയിട്ട് അവന് കൊടുക്ക്. മോനെ കഞ്ഞി തരട്ടെ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും കുടിക്കണ്ടേ? ആരോഗ്യം നിലനിർത്തണ്ടേ? ആ ഡോക്ടർക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പൊ വാഴക്ക് കുന്തുകൊടുത്തേക്കണമല്ലോ, വിരലും കുന്തുകൊടുത്തിരിക്കണം. ആ ലുഡോ വന്നുണ്ട്. ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ശവത്തെ കുത്താൻ വരിക. ഓ എന്തിട്ട് വിശേഷം? വെളുക്കാൻ തേച്ചത് പാഴായി എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഞങ്ങളത്. വെളുക്കാൻ തേച്ച പാണ്ടായിന്നല്ലേ? അത് പണ്ട്. ഷാവേട്ടനല്ലേ പറഞ്ഞ ഉന്തിയ പല്ലുണ്ടെങ്കിൽ ജോലി കിട്ടൂലെന്ന്. ആ പല്ല് പറിച്ചു കഴിഞ്ഞ് വെഫ് പല്ല് വെച്ച് ഇപ്പോഴും കിട്ടിയില്ല. ഇപ്പൊ നല്ല രസമായല്ല. കൈ മാറ്റാൻ പറ്റില്ല. എത്ര അത് നന്നായിട്ടുണ്ട്. പക്ഷെ അവന് കിട്ടേണ്ട ജോലി പോയി. ഉന്തിയ പല്ലിരുന്നാ ജോലി കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ അത് പറിച്ചിട്ട് വെപ്പ് പല്ല് വെച്ച് ഇപ്പൊ പറയാ പല്ല് പറിച്ചാ ജോലി കിട്ടില്ല എന്ന്. പല്ല് പറിച്ചാ ജോലി കിട്ടൂല അതല്ലേ ഞാൻ പറഞ്ഞേ. പല്ല് പറിച്ചാ ജോലി കിട്ടില്ല എന്ന് ഇയാൾക്ക് അറിയായിരുന്നോ? എന്നാ ഒരു വാക്ക് പറയണ്ടോ? ഉന്തിയ പല്ല് ഉണ്ടായാലും ജോലി കിട്ടൂല എന്നല്ലേ ഞാൻ പറഞ്ഞേ. ഞാൻ പല്ല് പറിക്കാൻ പറഞ്ഞ. എന്നാലും അറിയാവുന്ന പറയണ്ടേ? അതെങ്ങനെ നിങ്ങൾ എന്നെ പറയാൻ സമ്മതിച്ചോ? എന്തൊക്കെയായാലും അവന്റെ പല്ലും പോയി, കുറെ പൈസയും പോയി, അവന് കിട്ടേണ്ട ജോലിയും പോയി.
അതല്ല പോട്ട് വൻപതാ, നമുക്ക് ലൂഡോ കളിക്കാം. ഞാൻ പച്ച, വാ. എന്താ അച്ഛ പറഞ്ഞത്? കുറച്ച് ഇംഗ്ലീഷ് നിനക്ക് കേൾക്കണോ? അമ്മയ്ക്ക് പ്രസവവേദന, മോക്ക് വീണവായന. ഓ, ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ. ഒരുയാതി വൃത്തികെട്ട നിയമങ്ങൾ, ഇതൊക്കെ കാലഹരണപ്പെട്ട് ഈ നിയമമൊക്കെ ഭേദഗതി ചെയ്യേണ്ട കാലം അതിക്രമിച്ച്. ഉന്തിയ പല്ലിന് ജോലി കിട്ടൂല എന്ന്. എന്റെ പല്ലും പോയി, ഇനി ജോലിയിൽ എനിക്ക് പെണ്ണും കിട്ടൂല. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.